ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഒരുപാട് നല്ല കിടിലൻ ഓഫറുകളൊക്കെ വരിക കേട്ടോ. ഐഫോണൊക്കെ ഗംഭീരമായിട്ട് വില കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ പിക്സൽ ഫോണുകളിൽ ഗംഭീര വിലക്കുറവ്. അത് മാത്രമല്ല, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വേറെ കുറച്ച് വരുന്നുണ്ട്. സാംസങ് അനൗൺസ് ചെയ്തിരിക്കുന്നു, ഷവോമി, റിയൽമി ഇവരൊക്കെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒറിജിനൽ സെല്ലർ തന്നെ വാങ്ങിക്കണം, അങ്ങനെ കുറച്ച് വാർത്തകളുണ്ട്. എല്ലാം പറയാം. ടെക് ന്യൂസ് ആണ്. നമ്മുടെ ചാനൽ ഇതുവരെ ഫോളോ ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. ഇതുപോലത്തെ ടെക് അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് മുമ്പിലേക്ക് എത്തും. ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് ഐഫോൺ 17 സീരീസ് ലോഞ്ച് ചെയ്തു. എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ കമന്റിൽ കാണുന്നുണ്ടായിരുന്നു. 17 Pro Max അല്ലെങ്കിൽ 17 Pro ആ രണ്ട് സംഭവങ്ങളിൽ മാത്രം എനിക്ക് താല്പര്യം കുറവുണ്ട്. കാരണം ആ ഒരു ഡിസൈൻ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ആ യൂണിബോഡി അലുമിനിയം ഡിസൈൻ എന്ന് പറയുന്നത് എനിക്ക് അത്ര താല്പര്യമായില്ല. കയ്യിൽ കിട്ടി ഉപയോഗിക്കുമ്പോൾ ഇനി ഡിഫറൻ്റ് ആയ ഒരു ഫീൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. കണ്ട വഴിക്ക് എനിക്ക് ആ വീഡിയോയിൽ കണ്ട വഴിക്ക് എനിക്ക് ഇഷ്ടമായില്ല. ഒരുപാട് പേരും കമ്മ്യൂണിറ്റി സെക്ഷനിൽ ഞാൻ പോസ്റ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇഷ്ടമായോ എന്ന്. ഒരുപാട് പേരും താല്പര്യമായില്ല എന്ന് തന്നെയാണ് കമൻറ്റ് ചെയ്തത്. കയ്യിൽ വരട്ടെ. എന്തായാലും അതിലെ സ്പെക്ക് കാരണം ഞാനത് ഉപയോഗിക്കും. കാരണം അതിൽ ഗംഭീര ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു രക്ഷയില്ലെന്നാണ് പറയുന്നത് അതിൻ്റെ ക്യാമറ. ആ ഒരു ടെസ്റ്റ് ചെയ്യാൻ പോയാൽ പല ആൾക്കാരും പറയുന്നത് കേട്ടാണ് ഗംഭീര സാധനമാണെന്നാണ്. സോ എന്തായാലും ഞാനത് ഉപയോഗിക്കും. പക്ഷേ വരട്ടെ, താല്പര്യമായില്ല എന്നുള്ളതൊരു വാസ്തവം. എന്നാലും അതിനപ്പുറത്തേക്ക് 17 എയർ വന്നിട്ട് ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. അടിപൊളി സാധനമുണ്ട്. അതും ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻറ്റോട് കാത്തിരിക്കുന്നത് എയറിനെയാണ്. പക്ഷെ അതെനിക്ക് പ്രൈമറായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അതിൽ ആ ക്യാമറ അത്രയും നല്ലൊരു സെറ്റപ്പ് ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഈ പിക്സലൊക്കെ ഇപ്പോൾ ഐഫോണിൻ്റെ പോലെ നല്ല പ്രീമിയം ആക്കിയെന്ന് നമ്മൾ ഇതിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിക്സൽ നല്ല പ്രീമിയം ഫീലാണ്. ഐഫോൺ വന്നിട്ട് ആ പ്രീമിയം ഫീൽ നഷ്ടപ്പെടുന്നതാണ് ഈ പ്രോ മാക്സ് കണ്ടപ്പോൾ തോന്നിയത്. എന്തായാലും വരട്ടെ, വന്നിട്ട് പറയാനെക്കുറിച്ച്. എന്തായാലും ലോഞ്ച് ആയിട്ടുണ്ട്. ഡീറ്റെയിൽ വീഡിയോ വരുന്നുണ്ട്. 18-19 ആയിട്ട് വരും വീഡിയോ. കാണാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് വെച്ചോളൂ. ഇനി ഒരു കാര്യം, ഒരുപാട് പേര് ചോദിച്ചത് ഇതിൻ്റെ ബാറ്ററി. ഐഫോൺ 17 സീരീസിൻ്റെ ബാറ്ററി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത ദിവസങ്ങളിൽ ലീക്കായിട്ട് വന്ന ഇൻഫർമേഷൻ വെച്ച് ഇതാ ഇങ്ങനെയാണ് ബാറ്ററി. 17 3692 mAh ആണ്. 17 എയറിൽ 3149 mAh ആണ്. 17 പ്രോയിൽ 4252 mAh ആണ്. 17 Pro Maxൽ 4823 mAh ആണ്. അത് തന്നെ ഫിസിക്കൽ സിം ഇടാൻ പറ്റാത്ത 17 Pro Maxൽ 5000 mAh വരെ ഉണ്ടെന്നും പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് ഇന്ത്യയിൽ കിട്ടുമെന്ന് അറിയില്ല. എന്തായാലും ബാറ്ററി MAHകൾ ചോദിച്ചവർക്ക് ഇങ്ങനെയാണ് അതിൻ്റെ MAH എന്ന് അറിഞ്ഞിരിക്കുക. ഇത്തവണ എന്തായാലും ഐഫോണിൻ്റെ സെയിൽ ഗംഭീരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഓൾറെഡി ഈ ആപ്പിൾ സ്റ്റോറും മറ്റും കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ വന്നിട്ട് ഇപ്പോൾ അവരുടെ ഒരു സെയിൽ നോക്കിയാൽ 9 ബില്യൺ, കഴിഞ്ഞ വർഷം 8 ബില്യൺ ആയിരുന്നെങ്കിൽ ഈ ഒരു സമയത്ത് 9 ബില്യണിലേക്ക് സെയിൽ ഇൻക്രീസ് ആയി എന്നാണ് പറയുന്നത്. ആപ്പിളിന് ഡിമാൻഡ് കൂടുന്നു എന്നാണ് പുതിയ വാർത്ത. ഞാൻ എന്താ വാർത്ത വായിച്ചാണ് നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ അപ്പോൾ ഈ സംഭവത്തിന് ഡിമാൻഡ് കൂടാണ്. ഐഫോൺ മാത്രമല്ല, അവരുടെ മാക് കമ്പ്യൂട്ടറുകൾക്കും ഭയങ്കരമായി ഡിമാൻഡ് ഇൻക്രീസ് ആവുന്നുണ്ടെന്നാണ് ഈ വാർത്ത വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. സോ ആപ്പിൾ മുൻപോട്ട് കുതിക്കുകയാണ് ഇന്ത്യയിൽ. ബാക്കിയുള്ള എല്ലായിടത്തും അങ്ങനല്ല, ഇന്ത്യയിൽ. ഇനി ഓഫർ, ഞാൻ ആദ്യം ഓഫർ പറയാനാണല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. ഓഫറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഐഫോൺ 16 51,000 രൂപ റേഞ്ചിലാണ് എല്ലാ ഓഫർ അടക്കം കാണിക്കുന്നത്. ഏതൊക്കെ ഓഫറാണെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെ പർച്ചേസ് ചെയ്യുക. ഐഫോൺ 16 51,000 എന്ന് പറഞ്ഞാൽ അടിപൊളി ഓഫറാണ്. 16 പ്രോയൊക്കെ 1 ലക്ഷത്തിന് മുകളിൽ എടുത്ത ആൾക്കാർ ഇപ്പോൾ ചിരിക്കുന്നുണ്ടാകും. കഴിഞ്ഞ മാസം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഫോണുകൾ എടുക്കാൻ വരട്ടെ എന്ന്. അപ്പോൾ ഒരുപാട് പേര് കളിയാക്കുന്നുണ്ടായിരുന്നു. 1.25 ലക്ഷം 1,20,000 കൊടുത്ത് ഐഫോൺ 16 Pro ഒക്കെ എടുത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പോൾ കരയേണ്ട അവസ്ഥയാവും. കാരണം അത്രയും വില കുറഞ്ഞു. ഈ ഓഫറിൽ 69,000 രൂപ റേഞ്ചിലാണ് അത് കാണിക്കുന്നത്. 16 Pro Max ഒക്കെ 1.25 ലക്ഷം കൊടുത്ത് എടുത്തവരുണ്ടെങ്കിൽ അറിഞ്ഞോളൂ 89,999 ആ റേഞ്ചിലൊക്കെയാണ് ഇപ്പോൾ പ്രോ മാക്സിൻ്റെ സെയിൽ ബിഗ് ബില്യൺ ഡേയുടെ ഭാഗമായിട്ട് കാണിക്കുന്നത്. ചിലപ്പോൾ എല്ലാ ഓഫർ അടക്കമായിരിക്കും. എന്തായാലും ഓഫറുകൾ ചെക്ക് ചെയ്യുക. ഫോണുകൾ വാങ്ങാൻ വരട്ടെ എന്ന് പറഞ്ഞോട് ഇപ്പോൾ ഞാൻ പറയുന്നു, ഫോണുകൾ വാങ്ങാം. ഈ ഓഫർ ഗംഭീരമായിട്ടുണ്ട്. കണ്ണും പൂട്ടിയെടുക്കുക പോയിട്ട്. നല്ല ഫോണുകളാണ്. 16 സീരീസ് കുഴപ്പമില്ല, നല്ല സെറ്റപ്പാണ്. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പ്രോ മാക്സ് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസം മാത്രമാണ് ഫോൾഡ് 7 ഉപയോഗിക്കാൻ വേണ്ടി ഇത് മാറ്റി വെച്ചത്. ബാക്കി ത്രൂ ഔട്ട് നമ്മൾ ഇത് തന്നെയായിരുന്നു ഉപയോഗിക്കേണ്ടായിരുന്നത്. സെറ്റ് ഫോണുകളാണ് ഉപയോഗിച്ച് നോക്കുക. പിന്നെ പിക്സൽ 9ഉം 36 സംതിങ് ആ റേഞ്ചിലേക്കൊക്കെ ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ആയിട്ടുണ്ട് പ്രൈസ്. അത് 50-60 രൂപ റേഞ്ചിൽ നിന്ന ഫോണല്ലേ 35 രൂപ റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് പിക്സൽ 10 ആണ്. പിക്സൽ 9 ലോഞ്ച് ആയിട്ടുള്ളത്. ആ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നല്ല ഡീലാണ്. ഇതൊക്കെ കഴിഞ്ഞ മാസമൊക്കെ ആരെങ്കിലും പോയി എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വിഷമിക്കുന്നുണ്ടാവും. കാരണം അത്രയും ഡ്രോപ്പായി. തിരിച്ച് കയറും എന്ന് വിചാരിക്കാം. സോ ഓഫറുകൾ മിസ്സാക്കണ്ട. ഓഫറുകളുടെ ഒരു ഡീറ്റെയിൽ വീഡിയോ വേറെ ചെയ്യാം കേട്ടോ. ഇത് ടെക് ന്യൂസ് ആണ്. ഇനി അടുത്ത വാർത്ത എന്ന് പറയുന്നത് നത്തിങ് OS 4 വരികയാണ്. നത്തിങ് ഫോൺ 1ൽ അപ്ഡേറ്റ് കിട്ടില്ല. അതിൻ്റെ അപ്ഡേറ്റ് കഴിഞ്ഞു. ഒരു പറഞ്ഞ് 3 വർഷം 2 വർഷം പറഞ്ഞത് തീർന്നു. ബാക്കിയുള്ള എല്ലാ മോഡലിലേക്കും ഈ അപ്ഡേറ്റ് വരും. ഇനി അടുത്തൊരു വാർത്ത എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞു, സാംസങ്ങും ഷവോമി റിയൽമി ഒക്കെ അനൗൺസ്മെന്റ് നടത്തിയിരുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഓഫർ എന്ന് പറഞ്ഞിട്ട് ചാടിക്കയറി പോയി വാങ്ങിക്കരുത്. ഞാൻ ഓഫർ കണ്ണുമൂട്ടി എടുക്കാൻ പറയുമ്പോൾ ഫോണാണ് കണ്ണുമൂട്ടി എടുത്തോളം പറഞ്ഞത്. എവിടെ നിന്ന് വാങ്ങിക്കുന്നുള്ള പ്രസക്തിയുണ്ട്. അതായത് ഇപ്പോൾ സാംസങ് ആണെങ്കിൽ അവർ അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണ് അവരുടെ സെല്ലേഴ്സ്. നിങ്ങളുടെ സ്ക്രീനിൽ കാണാം. അതുപോലെ ഷവോമിയും അവരുടെ സെല്ലേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. റിയൽമിയും അത് പറഞ്ഞിട്ടുണ്ട്. സോ ഈ സെല്ലേഴ്സിൽ നിന്ന് തന്നെയാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെന്ന് ഉറപ്പാക്കുക. അതായത് ഇപ്പോൾ നിങ്ങളെ സൈറ്റിൽ കയറിയാൽ അവിടെ ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഞാനല്ല, ഇത് ഓൾറെഡി എനിക്ക് നെറ്റിൽ നിന്ന് കിട്ടിയതാണ് സ്ക്രീൻഷോട്ട്. ഇതിലേക്ക് കാണിക്കുന്ന ഭാഗത്ത് സെല്ലർ ആരാണെന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. സാംസങ്ങിൻ്റെ ഫോണാണ് വാങ്ങിക്കുന്നെങ്കിൽ സാംസങ് പറഞ്ഞ ആ സെല്ലേഴ്സിൽ ഒരാൾ തന്നെയാണ് ഇതെന്ന് ഉറപ്പിക്കുക. വേറെ ഏതെങ്കിലുമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ റീഫർബിഷ്ഡ് ഫോണോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തരികടി ഉണ്ടാവാം, വാറണ്ടി കിട്ടാത്തൊരവസ്ഥയൊക്കെ വരാം. അപ്പോൾ ഇത് പ്രത്യേകം മൈൻഡിൽ വെച്ചോളൂ കേട്ടോ. ഈ ഓഫർ കാണുമ്പോൾ നമ്മൾ പടപടന്ന് ചാടിക്കറി വാങ്ങിക്കുന്നതിന് മുമ്പ് ഒറിജിനൽ സെല്ലറിൽ നിന്ന് വാങ്ങിച്ചില്ലെങ്കിൽ വാറണ്ടി പോലുള്ള കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. ചിലപ്പോൾ ഫോൺ തന്നെ വാറണ്ടി കിട്ടില്ല എന്ന് മാത്രമല്ല, കംപ്ലൈൻറ്റ് വന്നാൽ പെട്ടും പോകും. സോ ഈ കാര്യം പ്രത്യേകം ഒന്ന് മൈൻഡിൽ വയ്ക്കുക. ഇനി അടുത്തൊരു കാര്യം, ഈ താഴെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ഇടുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ
പൊന്നു മക്കളെ താഴിട്ടാലും പൊട്ടാത്തൊരു ഫോൺ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇറങ്ങുന്നു എന്നാണ് പറയുന്നത് Oppo F31. പൊട്ടില്ല എന്നൊക്കെ അവർ പറയുന്നത് നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. പക്ഷേ എന്നാലും മാക്സിമം ഡ്യൂറബിലിറ്റിയാണ് അതിൻ്റെ കാര്യം. 360° പ്രൊട്ടക്ഷൻ, IP68, 69 റേറ്റിംഗ്, അങ്ങനെ 1.5 മീറ്റർ ഡ്രോപ്പ് പ്രൊട്ടക്ഷൻ, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. Oppo F31 കിലുക്കൻ ഡ്യൂറബിലിറ്റി ഉള്ളൊരു ഫോണായിരിക്കും. ഡീറ്റെയിൽ വീഡിയോ വരുന്നുണ്ട്. ഡീറ്റെയിൽ വീഡിയോ ചെയ്യാനുള്ള സമയം കിട്ടുമെന്ന് അറിയില്ല. നോക്കട്ടെ, ഏതെങ്കിലും റീലോ ഷോട്ടൊക്കെ ആയിട്ട് എങ്ങനെയെങ്കിലൊക്കെ വരും, കണ്ടു നോക്കുക. പിന്നെ ആ ഒരു Oppo F31 എന്ന ഫോൺ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് നമ്മൾ ഗിവ് അവേ തരുന്നുണ്ട്. അതുകൊണ്ട് മറക്കാണ്ട് പോയി ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് വെച്ചോ. വേറെ പരിപാടിയൊന്നുമില്ല, ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിരുന്നാൽ മതി. അവിടെ അത്രയേ ഉള്ളൂ പരിപാടി. അതിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന ആൾക്ക് ആ ഫോൺ കിട്ടും. കമൻറ്റ് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ആ റീലിൽ പറയാം. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ വെയിറ്റ് ചെയ്താൽ മതി, ഫോളോ ചെയ്തിട്ട് അതിൽ പറയുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അത് വിൻ ചെയ്യാം ഒരാൾക്ക് കേട്ടോ. ഇനി അടുത്തൊരു കാര്യം, നത്തിങ് ഇയർ 3 അവരുടെ അടുത്ത ഇയർബഡ് ഇറങ്ങുന്നുണ്ട്. വേറെ ഒന്നുമില്ല, ഒത്തിരി കണ്ടിട്ട് ലുക്കൊക്കെ ഉണ്ട്. അവർ പൊതുവെ ഒത്തിരി വെറൈറ്റിയാണ് ഇറക്കാറ്. ഇത്തവണ ഒന്നും കൂടി രസമായിട്ട് കാണാൻ ഇഷ്ടപ്പെട്ടു. വരട്ടെ, നോക്കാം. അത് ക്വാളിറ്റിയും കാണാൻ മാത്രമല്ല, ക്വാളിറ്റിയും നല്ലതാണ് അവരുടെ ഇയർബഡുകൾ വരുന്നുണ്ട്. ഇനി അടുത്തൊരു കാര്യം, വിവോയുടെ S200 ആ ഒരു സീരീസ് നമുക്കറിയാം. ഗംഭീര ക്യാമറയുള്ള, ഫോട്ടോസിൻ്റെ കാര്യത്തിൽ ഗംഭീര ക്യാമറയുള്ള ഫോണുകളാണ്. S300 സീരീസ് വരാൻ പോകുന്ന അതിൻ്റെ ചില ഇമേജുകളൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ മക്കൾ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടി എനിക്ക് ആകാംക്ഷയുണ്ട്. സെറ്റ് സാധനമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. വരട്ടെ, ചൈനയിലൊക്കെ ലോഞ്ച് ചെയ്തിട്ട് പിന്നെ ഇങ്ങോട്ട് എത്തുള്ളൂ. എന്തായാലും അതിൻ്റെ ഒരു ലുക്കൊക്കെ ഇവിടെ കാണാം. ക്യാമറ തന്നെയാണ് മെയിൻ സംഭവം. ഇനി അടുത്തൊരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്, ഷവോമിയുടെ 16 വരുമ്പോൾ അതിൻ്റെ പുറകിലൊരു ഡിസ്പ്ലേ ഉണ്ടാവും. അത്രേ പുറകിൽ ഡിസ്പ്ലേ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇപ്പോൾ ആപ്പിളിൻ്റെ ആ നീണ്ടു പോയിട്ടുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഹിറ്റായി. ഇത് ശരിക്കും ആപ്പിളിൻ്റെ ഒന്നുമല്ല, പോക്കോ കൊണ്ടുവന്നൊരു സ്റ്റൈലാണ് അത്. ഈ മുകളിൽ ക്യാമറ ബാറിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നീണ്ടു വരുന്നൊരു സംഭവം. അതിപ്പോൾ എല്ലാ ബ്രാൻഡുകളിലേക്കും വന്നുകൊണ്ടിരിക്കുകയാണ്. ഐഫോൺ അടക്കം എല്ലാവരും അത് എടുത്തിട്ടുണ്ട്. സോ അതേപോലെ ഒരു സാധനം, പക്ഷേ അതിനകത്ത് ഡിസ്പ്ലേ ഉണ്ടാവും എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു യൂസ്ഫുൾ ആണ്. അപ്പോൾ മെയിൻ ക്യാമറ കൊണ്ട് തന്നെ സെൽഫി എടുക്കാൻ പറ്റും. ഷവോമി 16 സീരീസിലാണ് ഇത് വരുമെന്ന് പറയുന്നത്. വരുമെന്ന് അറിയില്ല, നോക്കാം. പിന്നെ ഫ്ലിപ്കാർട്ട് ആമസോൺ സെയിലിൻ്റെ കാര്യം പറയുമ്പോൾ അതിൻ്റെ ഡേറ്റ് ഞാൻ പറയാൻ മറന്നുപോയി. ഫ്ലിപ്കാർട്ടായാലും ആമസോണിലായാലും 23-ാം തീയതിയാണ് ആരംഭിക്കുന്നത്. 22-ാം തീയതി ഏർലി ആക്സസ് സെയിൽ ഉണ്ടാവും. പ്രൈം മെമ്പർ അങ്ങനത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ, നിങ്ങൾ പ്ലസ് മെമ്പറൊക്കെ ആണെങ്കിൽ ഒരു ദിവസം മുമ്പേ സെയിൽ തുടങ്ങുന്നുണ്ട്. പർച്ചേസ് ചെയ്യാൻ മറക്കണ്ട, ഡേറ്റ് മാർക്കാൻ മറക്കണ്ട. ഇനി മറ്റൊരു കാര്യം, വൺപ്ലസിൻ്റെ ഫോണുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ വൺപ്ലസിൻ്റെ പ്ലേ ലാബ് എന്നോ മറ്റോ പറഞ്ഞിട്ടൊരു സംഭവം വരുന്നുണ്ട്. പുതിയ AI ഫീച്ചറുകൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ്. വേണമെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തേക്കാം. വേണമെങ്കിൽ അതിൽ കയറിയിട്ടൊന്ന് ജോയിൻ ചെയ്തൊക്കെ വെച്ചോളൂ. വൺപ്ലസ് ഫോൺ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിലൊക്കെ ജോയിൻ ചെയ്ത് പുതിയ AI ഫീച്ചേഴ്സൊക്കെ പരീക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒക്കെ ടെസ്റ്റ് ചെയ്യാം. ഇനി മറ്റൊരു നല്ല വാർത്ത, ജിയോ VO NR ഓൾറെഡി ആക്റ്റീവ് ആയി കഴിഞ്ഞു. അതായത് ഇനി മുതൽ നമ്മൾ VO LT, വോയിസ് ഓവർ LT ആണല്ലോ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇത് 5Gയിലോട്ട് ജിയോയുടെ ഇനി ഈ VO NR സംവിധാനം വരികയാണ്. അതോടുകൂടി 5Gയിൽ തന്നെ നമുക്ക് കോൾ ചെയ്യുമ്പോൾ ഒരു നെക്സ്റ്റ് ലെവൽ ക്ലാരിറ്റി, ഈസി കണക്ടിവിറ്റി, അതേപോലെ തന്നെ HD ക്ലാരിറ്റിയിലുള്ള കോള്, പിന്നെ കോൾ ഡ്രോപ്പ് ആവില്ല. അങ്ങനെ കുറേ ബെനിഫിറ്റുകളാണ് വരാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കേട്ടോ, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് അവർ സർവീസ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും കിട്ടി തുടങ്ങും. നല്ല ബെറ്റർ കോൾ ക്വാളിറ്റി, അതാണ് ഇതിൻ്റെ മെയിൻ സംഭവം. അത് വരികയാണ് 5G എന്ന് വെച്ചാൽ HD ലെവലുള്ളൊരു ക്ലാരിറ്റി. നോക്കാം എങ്ങനെ ഉണ്ടാവും. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഒരു ദുഃഖ വാർത്തയാണ്. ഒരു കാലത്ത് ഞാനും സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് നോവ ലോഞ്ചർ എന്ന് പറയുന്ന ലോഞ്ചർ. ആൻഡ്രോയിഡ് ഫോൺ ഏതെടുത്താലും അതിൻ്റെ UI നമുക്കിഷ്ടപ്പെട്ട രീതിയിലേക്ക് നൈസാക്കി മാറ്റി തരുന്ന ഒരു ലോഞ്ചറാണത്. എൻ്റെ ഫേവറേറ്റ് സംഭവം. ഞാൻ ഇന്നും ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ലോഞ്ചറായിട്ട് ഉപയോഗിക്കേണ്ടി വന്നാൽ എൻ്റെ മൈൻഡിൽ നോവ ലോഞ്ചർ തന്നെയാണ് വരാറ്. അത്രയും നല്ലൊരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സംഭവം വരണ്ടായിട്ടില്ല. അത് അവസാനിക്കുകയാണ്. ഇനി അതുണ്ടാവില്ല. അതിൻ്റെ പരിപാടിയൊക്കെ അവസാനിപ്പിക്കാൻ അതിൻ്റെ നിർമ്മാതാവ്, ക്രിയേറ്റർ തന്നെ അത് സ്റ്റോപ്പ് ചെയ്യാൻ അവരുടെ ടീമിന് നിർദ്ദേശം കൊടുത്തു. ഇത് ഓപ്പൺ സോഴ്സ് ആവാൻ പോകണമെന്നൊക്കെ പറയുന്നു, എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്തായാലും അവസാനിപ്പിച്ചു ആ പരിപാടി. അപ്പോൾ നോവ ലോഞ്ചർ ഇനിയില്ല. അത് ഇത്തിരി സാഡ് ന്യൂസാണ്. ഇപ്പോൾ ഞാൻ ഐഫോൺ ഉപയോഗിക്കാൻ എനിക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ലെങ്കിൽ കൂടിയും നമ്മളൊരു സമയത്ത് ഉപയോഗിച്ചിരുന്നു ധാരാളമായിട്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണോ? എന്തായാലും അറിഞ്ഞിരുന്നോളൂ, അവസാനിക്കുകയാണ് നോവ ലോഞ്ചർ. അതോടുകൂടി നമ്മുടെ ടെക് ന്യൂസും അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. കൂടുതൽ ടെക് ന്യൂസിന് വേണ്ടി ഇവിടെ തന്നെ ഉണ്ടാവണം. ഫോളോ ചെയ്ത് ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് വയ്ക്കുക. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.